വെൽക്കം ടു ക്യൂബിക് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 21/9/2024 മുതൽ 27/9/2024 വരെയുള്ള ഈ ആഴ്ചത്തെ എന്താണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിലെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ഇലക്ഷൻ ഷെഡ്യൂൾ. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താ? റീസെന്റ് the Delhi Chief Minister has called for early assembly elections in Delhi, aligning the request with the elections in Maharashtra, where a new assembly must be elected before 26th November 2024. ഇതാണ് ന്യൂസായി വരാറ്. നമുക്കറിയാം, ഇപ്പൊ ഉദാഹരണമായിട്ട് ഡൽഹി ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്ന ആളായിരുന്നു കേജ്രിവാൾ അല്ലെ, അദ്ദേഹത്തെ മാറ്റി പുതിയ ആളെത്തി. ഇതൊക്കെയുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ ഡെയിലി ന്യൂസിൽ കാണുന്നതാണ്. ഇതിന്റെ ഭാഗമായി വന്ന കറണ്ട് അഫെയർ ആണ്. ഇനി ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഇലക്ഷൻ ഷെഡ്യൂളിന് മുമ്പ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ടേം ആൻഡ് ഡേറ്റ്. എന്താണ് പറയുന്നത്? ദ ന്യൂ അസംബ്ലി മസ്റ്റ് ബി പ്ലേസ്ഡ് ബിഫോർ ദ കറന്റ് അസംബ്ലീസ് ടേം കൺക്ലൂഡ്സ്. നോക്കണം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്കൽ കൺസിഡറേഷൻസ്. എന്താണ്? ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൺസിഡേഴ്സ് വെദർ കണ്ടീഷൻസ്, availability of security forces and need for training election officers and administrative inputs. എന്താണ്? The election commission conduct visit to gather inputs from local administrative and police machinery and clubbing elections. എന്താണ്? The election commission aims to combine elections in state where to possible streamline the electoral process. Okay, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ഒരു ഇലക്ഷൻ ഷെഡ്യൂളിന് മുമ്പ് ആര് കൺസിഡർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് കൺസിഡർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഫിലിപ്പ് കർവ്. എന്താണ്? റീസെന്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് US ഫെഡറൽ റിസർവ് കട്ട് ഇൻ ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് ബൈ 50 basis points, marking its first significant reduction since the onset of the COVID-19 pandemic. The move signals a strategic approach to combat inflation while promoting economic growth. Okay, ഇതാണ്. ഇനി എന്താണ് ഫിലിപ്പ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1950s AW ഫിലിപ്സ് ആണ് ഇതിന് രൂപം കൊടുക്കുന്നത്. അതായത് അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന കർവാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഫിലിപ്പ് കർവ് അറിയപ്പെടുന്നത്. ഈ ഫിലിപ്പ് കർവ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഡിമാൻഡ് ഫോർ ലേബർ ഡ്യൂറിംഗ് ലോ അൺഎംപ്ലോയ്മെന്റ് പീരീഡ്സ് ലീഡ് ടു ഹയർ വേജസ് വിച്ച് ഇൻ ടേൺസ് ടു ഡ്രൈവ്സ് ഇൻഫ്ലേഷൻ എന്നാണ്. എന്താണ്? ദിസ് മോഡൽ ഹാസ് വൈഡ്ലി യൂസ് മോണിറ്ററി പോളിസി പർട്ടിക്കുലർലി ഇൻ ബാലൻസിങ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ലെവൽസ്. ഇത്രയേ ഉള്ളൂ. അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഇത്. അതായത് എന്താണ്? ലോ അൺഎംപ്ലോയ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ വേജ് കൊടുക്കുന്നത് അധികമായിരിക്കും അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് ലോ അൺഎംപ്ലോയ്മെന്റ് ആണുള്ളത് എന്ന് വയ്ക്കുക ഫോർ എക്സാമ്പിൾ. അതായത് അൺഎംപ്ലോയ്മെന്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു എക്കോണമിയിൽ എല്ലാവർക്കും എന്താണ് എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും എന്നധികം. എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ വേജസ് കൊടുക്കും. ആ കൊടുക്കുന്ന വേജസിന്റെ അളവ് കൂടുതലായിരിക്കും. അതെന്തിന് കാരണമാവും? ഇൻഫ്ലേഷന് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയും എന്നൊരു തിയറി. ഇപ്പൊ ഉദാഹരണമായിട്ട് നോക്കിയാൽ അറിയാം, ഇൻഫ്ലേഷൻ ഇപ്പൊ 2% നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് 6%. അതേസമയം ഇൻഫ്ലേഷൻ 5% എന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് 3% ഉള്ളൂ. ഇതാണ് ഫിലിപ്പ് കർവ് എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്? ഇത്രയേ ഉള്ളൂ, ഇൻഫ്ലേഷനും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് ഇത് ഫിലിപ്പ് കർവ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ന്യൂസ്. ഏതാണ്? ട്രാൻസ്മിഷൻ ടൈപ്സ്. എന്താണ് ന്യൂസ്? എന്താണ്? റീസെന്റ് several people were killed, the 100 injured in Lebanon following explosions of handheld radios like walkie-talkies and pagers used
has opened multiple locations. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം അല്ലേ, നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണിത്. ഈ ട്രാൻസ്മിഷൻ ടൈപ്സിനെ തന്നെ നമുക്ക് പലതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാനുള്ളതാണ്. അതിൽ ആദ്യം വരുന്ന ട്രാൻസ്മിഷൻ ടൈപ്പ് ആണ് ഇത് സിംപ്ലക്സ്. എന്താണ് സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഈസ് അൺഡയറക്ഷണൽ, ഓൺലി വൺ പാർട്ടി ക്യാൻ ട്രാൻസ്മിറ്റ് അറ്റ് എ ടൈം. എക്സാമ്പിൾ കമ്പ്യൂട്ടർ ടു പ്രിന്റേഴ്സ്, പേജസ് ഒക്കെയാണ്. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ബൈഡയറക്ഷണൽ ബട്ട് നോട്ട് സൈമിൾട്ടേനിയസ്, ഓൺലി വൺ പാർട്ടി ക്യാൻ ടോക്ക് അറ്റ് എ ടൈം. ഇപ്പൊ ഉദാഹരണമായിട്ട് ബൈഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, പക്ഷെ അറ്റ് എ ടൈമിൽ ഒരാൾക്കേ പറ്റുള്ളൂ, ലൈക്ക് വാക്കി ടോക്കീസ്. പിന്നെ വരുന്നതാണ് ഫുൾ ഡ്യൂപ്ലക്സ്. ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ബൈഡയറക്ഷണൽ ആൻഡ് സൈമിൾട്ടേനിയസ്, ബോത്ത് പാർട്ടീസ് ക്യാൻ ടോക്ക് ആൻഡ് ലിസൺ അറ്റ് ദ സെയിം ടൈം. അതിന് എക്സാമ്പിൾ ആണ് ഇത് ടെലിഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹെസാബുൾ, എന്താ അതിന്റെ അർത്ഥം, പാർട്ടി ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് എ ഷില മിൽട്ട കം പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലെബനീനിലെ, ആൻഡ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഹെവിലി ആംഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. അക്കോർഡിംഗ് ടു ദ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇനി എന്താണ് ഫോം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെബനിയൻ സിവിൽ വാറിന്റെ സമയത്ത് 75-90കളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫോം ചെയ്യുന്നതായി കാണാൻ പറ്റുക. ആൻഡ് റെസ്പോണ്ട് ടു ഇസ്രായേലി ഇൻവേഷൻസ് ഓഫ് സദേൺ ലെബനിയൻ in 1978 and 1982. ഇനി ഇൻസ്പയർഡ് ബൈ ഇറാൻസ് 1979 Islamic revolution has received substantial support from Iran and Islamic Revolutionary Guard Corps and IRGS, and it has designed as a terrorist organization by countries like US and Israel എന്നൊക്കെ എന്താണ് ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഇവിടെ ചോദ്യം വരാൻ എന്താണ് സാധ്യത ഉള്ള എന്താണ് ഒരു മേഖലയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കറന്റ് അഫെയർ ആണ് എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ആണ് കറന്റ് അഫെയർ ആയി വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് കറന്റ് അഫെയർ ആയി വരാനുള്ള ഒരു കാരണം എന്താണ്, ന്യൂസ് എന്താ, റീസെന്റ് എ chapter titled Veer Abdul Hamid and poem titled National War Memorial have been included in the NCERT curriculum of class 6. ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് ഒരു റീസൺ. അപ്പൊ നമുക്ക് നോക്കാം ആ കോൺഫ്ലിക്റ്റിന്റെ ഹിസ്റ്ററി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് ആ കോൺഫ്ലിക്റ്റിന്റെ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത് അല്ലെ. 1940 മുതൽ 1950 വരെയുള്ള ഒരു കാലഘട്ടം. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 1947 എന്തുണ്ട്, ഇന്ത്യ പാകിസ്ഥാനി ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടൻ ആണ്. ആൻഡ് ഒക്ടോബർ 1947 എന്ത് ചെയ്തു, ഫസ്റ്റ് കാശ്മീർ വാർ ബിഗിൻ ചെയ്തു. ഇനി 1960-ന്റെയും 1970-ന്റെയും ഇടയിൽ എന്ത് സംഭവിച്ചു, 1965 എന്താണ് സെക്കൻഡ് കാശ്മീർ വാർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഡിസംബർ 1971 എന്താണ് ഇൻഡോ പാകിസ്ഥാനി വാർ, ബംഗ്ലാദേശ് ബിക്കം ആൻ ഇൻഡിപെൻഡന്റ് കൺട്രി. ഇനി 70-ന്റെയും 80-ന്റെയും ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, 74 എന്താണ് ഇന്ത്യൻ പൊഖ്രാൻ 1 ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്, ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ആൻഡ് 80-ന്റെയും 90-ന്റെയും ഇടയിൽ 1989 എന്തായിരുന്നു, കാശ്മീർ ഇൻസർജൻസി ബിഗിൻ ചെയ്തു. ആൻഡ് 90-ന്റെയും 2000-ന്റെയും ഇടയിൽ 1998 എന്താ ഇന്ത്യ പൊഖ്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്, പാകിസ്ഥാൻ ചെഗായ് ന്യൂക്ലിയർ ടെസ്റ്റ്, ഇന്ത്യ അഡോപ്റ്റഡ് നോ ഫസ്റ്റ് യൂസ് പോളിസി. ഇനി കൂടാതെ 1999 കാർഗിൽ വാർ ബിഗിൻ ചെയ്തു. 2000-ന്റെയും 2010-ന്റെയും ഇടയിൽ 2001 ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക്, അതുപോലെ 2007 സംജുല എക്സ്പ്രസ് ബോംബിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നുണ്ട്. ആൻഡ് 2008 മുംബൈ അറ്റാക്ക്, 2010-ന്റെയും 2020-ന്റെയും ഇടയിൽ പുൽവാമ അറ്റാക്ക്. ഓക്കെ, ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ ഹിസ്റ്ററി ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇത്രയും ഡേറ്റ്സുകൾ അന്ന് നടന്ന ഇവന്റ്സ്, ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം. പലപ്പോഴും സ്റ്റാറ്റിക് GK സൈഡിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ഇത് ക്ലൈമറ്റ് ഫൈനാൻസ്. എന്താണ് ഇത് ന്യൂസായി വരാനുള്ള കാരണം, റീസെന്റ് the chief of Green Climate Fund GCF committed to ensuring that
vulnerable nations receive the necessary financial support to address climate challenges. Clear? ഇതാണ് ന്യൂസ് ആയി വരാനുള്ള കാരണം. എന്താണ് ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫണ്ടിങ് ദാറ്റ് സപ്പോർട്ട് ആക്ഷൻസ് ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് അതിന് ഫണ്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലൈമറ്റ് ഫൈനാൻസ്. ഇറ്റ് ക്യാൻ കം ഫ്രം ദ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ്. ഇതിന്റെ സോഴ്സ് എന്താവാം? ഒന്നെങ്കിൽ പബ്ലിക് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾട്ടർനേറ്റീവ് സോഴ്സസ് ആവാം. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ റെഡ്യൂസിങ് emissions and adapting to the effect of climate change. It's also critical for enabling countries to transition to a low carbon economies and achieve the goal of the Paris Agreement. And India needs climate finance to scale up renewable energy installations, modernize infrastructure, and improve energy efficiency. And financial mechanisms എന്താണ് പറയുന്നത്? UNFCCC has established several financial mechanisms to provide climate finance to developing countries ആണ്, like including Adoption Fund, Green Climate Fund and Global Environment Fund ഒക്കെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്ലൈമറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ National Adoption Fund for Climate Change, National Clean Energy Fund, National Adoption Fund, Clean Development Mechanism ഒക്കെ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇത്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. എന്താണ് ന്യൂസ്? The sharp rise in the ammonium nitrate (AN) imports from Russia has raised concern for India's domestic fertilizer industry, which faces competition from cheaper imports. Okay. ഇനി ഇന്ത്യയിലെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ആണ് ഇതിന്റെയൊക്കെ യൂറിയ. ഏതിനു ശേഷം? ചൈനയ്ക്ക് ശേഷം. ആൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 8 കോർ ഇൻഡസ്ട്രീസിൽ ഒന്നാണ് ഇത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റിസീവ്സ് സെക്കൻഡ് ലാർജസ്റ്റ് സബ്സിഡി ആഫ്റ്റർ ഫുഡ്. ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത്, രണ്ടാമത് ഫെർട്ടിലൈസേഴ്സിനും. ഇന്ത്യ ബിക്കംസ് 100% ഓഫ് ഇറ്റ് പൊട്ടാഷ് റിക്വയർമെന്റ് ത്രൂ ദ ഇമ്പോർട്ട്സ് ഫ്രം ലൈക്ക്. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം പൊട്ടാഷ്. അത് എവിടുന്നാണ് പ്രധാനമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാണ്? ബെലാറസ്, റഷ്യ, ഇസ്രായേൽ ആൻഡ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് എന്നുള്ളതുമായിട്ട് ഇന്ത്യയുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ പല രീതിയിൽ പെടും. ഒന്ന് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്, അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഫോർ എക്സാമ്പിൾ ജിപ്സം, ക്രഷ്ഡ് ലൈംസ്റ്റോൺസ്, അതുപോലെ തന്നെ സൾഫർ റോക്ക് ഫോസ്ഫേറ്റ്സ്. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ ഏതൊക്കെയാണ്? മാന്യൂർ കോമ്പോസിറ്റ് ഓഫ് എനിമൽ എക്സ്ട്രാക്റ്റഡ് പ്ലാന്റ് വേസ്റ്റ്, ഹ്യൂമൻ വെർമി പോസ്റ്റ്, ബ്ലഡ് മെയിൽ, ബോൺ മീൽ, ഫിഷ് മീൽ ഒക്കെയാണ്. ഇനി സിന്തറ്റിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ ഏതൊക്കെയാണ്? നൈട്രജസ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, യൂറിയ, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്. ഇതൊക്കെ എന്താണ്? നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് ആണ്. ആൻഡ് ഫോസ്ഫറിക് ഫെർട്ടിലൈസേഴ്സിൽ ഏതൊക്കെ വരുന്നത്? റോക്ക് ഫോസ്ഫേറ്റ്, സൾഫർ ഫോസ്ഫേറ്റ്, ഫോസ്ഫറ്റിക് ആസിഡ്, അതുപോലെ തന്നെ ഡൈമോണിയം ഫോസ്ഫേറ്റ്. ആൻഡ് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സിൽ ഏതൊക്കെ വരുന്നത്? മുറേറ്റ് ഓഫ് പൊട്ടാഷ്, സർപ്ലസ് ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ്, പൊട്ടാഷ്യം ഫോസ്ഫേറ്റസ് ഒക്കെയാണ് ഇതിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത്, 100 years ഓഫ് ഡിസ്കവറി ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? 20th September 2024 marked 100 years since the discovery of the Indus Valley Civilization, which was announced by archaeologist Sir John Marshall on 20th September 1924. ഇനി ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്കറിയാം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 2500 BC ഇൻഡസ് റിവർ സൈഡിലാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ഫോർ ആൻഷ്യന്റ് അർബൻ സിവിലൈസേഷൻസിൽ ഒന്നാണ്. അതായത് ഈജിപ്ത്, മെസപ്പൊട്ടാമിയ, ചൈനയുള്ള അതിലൊന്നാണ് ഇൻഡസ്.
ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ക്ലാസിഫൈഡ് ആസ് ബ്രോൺസ് ഏജിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. കാരണം നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കോപ്പർ ബേസ്ഡ് ടോയ്സ് ഒക്കെ അലോയ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദയ റാം സാഹിനി ഫസ്റ്റ് എക്സ്കവേറ്റഡ് ഹാരപ്പ ഇൻ 1921-22 ആണ്. ആൻഡ് രാഹുൽ ദാസ് ബനാർജി ബിഗിൻ ദ എക്സവേഷൻ മോഹൻജാദോ ഇൻ 1922 ആണ്. ആൻഡ് സർ ജോൺ മാർഷൽ DG of ASI was responsible for the excavations that led to the discovery of Harappa and Mohenjo-daro sites എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി അതിന് ഫേസുകൾ എടുക്കുകയാണെങ്കിൽ പല കാലഘട്ടങ്ങളായി തരംതിരിക്കാം. ഒന്ന് ഏർലി ഫേസ് ആണ്, 3200 BC മുതൽ 2200 BCE വരെയാണ് ഇത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഫേസ് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി. പിന്നെ വരുന്ന മെച്യൂർഡ് ഫേസ് ആണ് 2600 BC മുതൽ 1900 BC വരെ. പിന്നെ വരുന്ന ലേറ്റ് ഫേസ് ആണ് 1900 BCE മുതൽ 1500 BCE വരെ. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. എന്താണ്, റീസെന്റ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അൺവീൽഡ് സ്റ്റാൻഡേർഡ്സ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOPs ഫോർ വൈറ്റ് റെവല്യൂഷൻ 2.0 aimed at empowering women farmers and creating job opportunities. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇന്ത്യയുടെ മിൽക്ക് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ റാങ്കിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യസ് വേൾഡ്സ് ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസർ ആണ്, വിത്ത് പ്രൊഡക്ഷൻ ഹാവിംഗ് റീച്ച് 231 million tons during 2020-23 and 1951-52 country produced just 17 million ആണെങ്കിൽ ഇപ്പൊ 231 million ആയി. ഇനി ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2023 കണക്കുകൾ പ്രകാരം ഫസ്റ്റ് വൺ UP ഏകദേശം 15.72%, പിന്നെ വരുന്ന രാജസ്ഥാൻ 14.44%, ആൻഡ് മധ്യപ്രദേശ് 8.73%, ഗുജറാത്ത് 7.9%, ആന്ധ്രാപ്രദേശ് 6.70% ഒക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇവരെല്ലാരും കൂടി 53.08% ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് 489 ഗ്രാംസ് പെർ ഡേയും, അതുപോലെ തന്നെ ഗ്ലോബൽ ആവറേജ് നോക്കുകയാണെങ്കിൽ 223 ഗ്രാംസ് പെർ ഡേയും ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വേരീസ് ടു 329 grams in Maharashtra to 1283 in Punjab. അതായത് സംസ്ഥാനങ്ങളിൽ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ 329 ഗ്രാം കാണുമ്പോൾ പഞ്ചാബിൽ നമുക്ക് 1280 ഗ്രാം ആണ് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി മിൽക്ക് പ്രൊഡക്ഷൻ അനിമൽ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 31.94% ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷൻ വരുന്ന ഇൻഡിജിനസ് ബൊഫലോസ് എന്നാണ്. 29.89 വരുന്ന ക്രോസ് ബ്രാൻഡ് കാറ്റിലാണ്. ഇനി ഗോട്ട് എന്ന് വിളിക്കുന്ന ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ആടിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് 3.30, അതുപോലെ തന്നെ കൗസ് എന്ന് എത്രയാണ് 1.86%. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഡയറി ടു ദ അഗ്രികൾച്ചർ ലൈവ് ലൈഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഉദാഹരണമായിട്ട് മിൽക്ക് ഗ്രൂപ്പ്, മിൽക്ക്, ഗീ, ബട്ടർ, ലസ്സി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രോക്സിമേറ്റ്ലി 40% എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ, ലൈവ് ലോക്ക്, ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗ് സെക്ടേഴ്സിലൊക്കെ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് അമൗണ്ടഡ് 11.16 lakh crore, മേക്കിംഗ് ഇറ്റ് എ മച്ച് ലാർജർ കോൺട്രിബ്യൂട്ടർ ദാൻ ദ റിസൾട്ട്സ് ടു ദി അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത് ഷെഡ്യൂൾഡ് ട്രൈബ്. എന്താണ്, റീസെന്റ് ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് പ്രധാൻ മന്ത്രി ജനതീയ ഉന്നത് ഗ്രാം അഭിനയ് PMJUGA ഫോർ ഇംപ്രൂവിംഗ് ദ സോഷ്യോ ഇക്കോണമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഇതാണ് ന്യൂസ് ആയി വരാനുള്ള കാരണം. ഇനിയിപ്പോ ഇന്ത്യയിലെ ട്രൈബ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ STs എന്ന് പറയുന്ന 8.6% ടോട്ടൽ പോപ്പുലേഷനിൽ കാണാൻ പറ്റുക. ഏകദേശം 730 നോട്ടിഫൈഡ് ട്രൈബ്സ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 342 അണ്ടറിലുണ്ട്. ആർട്ടിക്കിൾ 342 എന്താണ് പറയുന്നത്, ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഔട്ട്ലൈൻസ് ദ പ്രൊസീജിയർ ഫോർ സ്പെസിഫൈയിങ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. അതുപോലെ ആർട്ടിക്കിൾ 275 ക്ലോസ് 1 എന്താണ് പറയുന്നത്, ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി ഗ്രാൻസ് ഇൻ എയ്ഡ് ഫ്രം ദ
കൺസോളിഡേറ്റഡ് ഫണ്ട് ഫ്രം വിച്ച് ഈച്ച് ഇയർ പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. അതുപോലെ തന്നെ particularly vulnerable tribal ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ more vulnerable among the tribal group എന്നുള്ളതാണ്. among 75 listed as the highest number is found in Odisha ആണ്. ബിലി is the largest tribal group ആണ്. and മധ്യപ്രദേശിലാണ് highest tribal population നമുക്ക് കാണാൻ പറ്റുക 2011 സെൻസസ് പ്രകാരം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത്. വെൽഫെയർ സ്കീംസ് ടു ഗവൺമെന്റ് ഇനീഷ്യേറ്റഡ് ഫോർ സോൾട്ട് വർക്കേഴ്സ് ആണ് ന്യൂസ്. എന്താണ്? Recently, the center approved the transfer of 256 acres of salt pan land in Mumbai to Dharavi Redevelopment Project Private Limited for building rental housing for slum dwellers. Okay, ഇതാണ് ന്യൂസ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഏതൊക്കെ സ്കീമുകളാണ് സാൾട്ട് വർക്കേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, സ്കീം ഫോർ ഗ്രാൻഡ് റിന്യൂസ് ഫോർ ചിൽഡ്രൻ സാൾട്ട് ലേബേഴ്സ് ആണ്. ഇവിടെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ റിവാർഡ്സ് ടു സ്റ്റുഡൻസ് ഫോർ ദെയർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ആണ്. ആൻഡ് നമുക്ക് മസ്ദൂർ ആവാസ് യോജനയാണ്. എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഫോർ സാൾട്ട് വർക്കേഴ്സ് ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സാൾട്ട് ഇൻഡസ്ട്രി. ആൻഡ് സാൾട്ട് കമ്മീഷേഴ്സ് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് മോണിറ്റേഴ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി salt industry, including planning, facilitating technology upgradation, and conduct training programs for salt workers എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് FAME സ്കീം. എന്താണ്? ദ PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. PM E-Drive സ്കീം എക്സ്ക്ലൂഡ്സ് ഇലക്ട്രിക് കാർസ് ഫ്രം എനി ഡിസ്ട്രിക്ട് സബ്സിഡീസ് ആണ്. എന്താണ് FAME സ്കീം എന്ന് പറയുന്നത്? ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ സ്കീമാണ് ഇതിൽ അറിയപ്പെടുന്നത്. ഇത് പെട്രോൾ കാരണം ഉണ്ടായിരുന്ന എമിഷൻസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. 2015 നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാന്റെ ഭാഗമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ കീ ഫേസസ് രണ്ടെണ്ണമാണ്. ഒന്ന് ഫേസ് 1 2015 മുതൽ 2019 വരെ. എന്താണ്? ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് ഇൻസെന്റീവ്സ് ഫോർ ദ പർച്ചേസസ് ഓഫ് ദ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആൻഡ് സപ്പോർട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് എയിം ടു പ്രൊമോട്ട് ക്ലീനർ മൊബിലിറ്റി ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ്. FAME 2019-24 ആണ്. എന്താണ്? expanded the scope, providing $1.19 billion to encourage the adoption of electric vehicles, particularly in public transport ആണ്. E-buses, two-wheelers and three-wheelers. And it also emphasized building robust charging infrastructure and largest reducing emissions from commercial fleets ആണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? വേൾഡ് റൈനോ ഡേ 2024. എന്താണ്? On the occasion of the World Rhino Day 2024, the Prime Minister has retained the commitment towards rhino protection. Okay, നമുക്ക് നോക്കാം. ഈ റൈനോസിൽ 5 പ്രധാനപ്പെട്ട സ്പീഷീസ് ആണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതിൽ സ്പീഷീസ് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ വൈറ്റ് ഉണ്ട്. ഇത് ആഫ്രിക്കയിലാണ് കാണുന്നത്. ഓക്കെ, IUCN നോട്ട് ആണ്. ആൻഡ് ലോങ് ഷോർട്ട് സൺ ആണ്. ആൻഡ് ആഫ്രിക്കൻ ബ്ലാക്ക് ഉണ്ട്. ആഫ്രിക്കയിലാണ് കാണുന്നത്. CE ആണ് റെഡ് ലൂസിയൻ സ്റ്റാറ്റസ്. ഓക്കെ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. സെമി ഡെസേർട്ടിലാണ് കാണുക. ആൻഡ് ഗ്രേറ്റർ വൺ ഹോംഡ് ഉണ്ട്. ഏഷ്യയിലാണ്. സിറ്റീസ് അപ്പൻഡിക്സ് WPA ഷെഡ്യൂൾ 1 പെടുന്നത്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിലാണ് ഹാബിറ്റേറ്റ്. പിന്നെ വരുന്നതാണ് ജവാൻ. ഏഷ്യയിലാണ് കാണുക. CE ആണ്. ട്രോപ്പിക്കൽ സെമി സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ കാണാം. ആൻഡ് സുംതാരൻ ഏഷ്യയിലാണ് കാണുക. CE സ്റ്റാറ്റസ് ആണ്. സെയിം ആസ് ജവാൻ ആണ്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാർജസ്റ്റുമായിട്ട് 5 സ്പീഷീസ് ആണ് കാണപ്പെടുന്നത്. ഐഡന്റിഫൈഡ് സിംഗിൾ ബ്ലാക്ക് ഹോൺ ദ ഗ്രേ ബ്രൗൺ ഹൈഡ് ദ വിത്ത് സ്കിൻ. ഇതിന്റെ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന UPയിൽ എന്താണ്? ധുവ ടൈഗർ റിസർവ്, വെസ്റ്റ് ബംഗാളിൽ ജൽപനന്ദ നാഷണൽ പാർക്ക്, ഗ്രുംര, ആസാമിലാണെങ്കിൽ പബിത്തോര, ഒറാങ്, കാസർഗംഗ, മനസ്സൊക്കെയാണ്. ത്രെഡ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പോച്ചിങ് ഹോൺസ്, ഹാബിറ്റേറ്റ് ലോസ്, ഡിക്രീസിങ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് ഒക്കെയാണ്. ഇതിനു വേണ്ടി ഇന്ത്യ കൊണ്ടുവന്ന സ്കീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാഷണൽ റൈനോ കൺസർവേഷൻ ഡേയും ഇന്ത്യ റൈനോ വിഷൻ 2020യുമാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? കോഡ്. എന്താണ്? Recently, the 6th CORD summit was held in
Dalware in United States, it was the fourth person code leaders summit. ഇതാണ് ന്യൂസ്. കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോഡ്ലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ആണ്. ഇറ്റ് ഈസ് എ ഡിപ്ലോമാറ്റിക് പാർട്ട്ണർഷിപ്പ് എമംഗ് ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് US ആണ്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഇൻ ദ ഇൻഡോ പസഫിക് റീജിയൻ ആണ്. പ്രൊമോട്ടിംഗ് ആൻഡ് പെൻ സ്റ്റേബിൾ ആൻഡ് റെസിലന്റ് എൻവയോൺമെന്റ് ആണ്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ കോഡ് എയിം ടു അഡ്രസ് pressing regional challenges including health, security, climate change, infrastructure, technology, cyber security, humanitarian assistance, maritime security, countering disinformation and counter terrorism ഒക്കെയാണ് ഇതിന്റെ ഭാഗമായി വരുന്നത്. ഇതിന്റെ ഭാഗമായി വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഒറിജിൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ദ കോഡ് ഒറിജിനേറ്റ് ഇൻ റെസ്പോൺസ് ടു 2004 Indian Ocean tsunami where four nations provided humanitarian assistance ആണ്. 2007 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഷിനോ എബെ. A group went to Dronan due to the concerns over China's reaction, particularly after Australia's veto 2008. And it was revived in 2017, aimed at shifting regional altitude towards China's influence, coming in the first form of summit in 2021. In the expansion potential എന്താ വെച്ച് കഴിഞ്ഞാൽ കോഡ് പ്ലസ് മീറ്റിംഗ് ഹാവ് ഇൻക്ലൂഡഡ് ലൈക്ക് സൗത്ത് കൊറിയ, ന്യൂസിലാൻഡ്, വിയറ്റ്നാം ഒക്കെ എന്താണ് കോഡ് പ്ലസ് മീറ്റിംഗുകൾ എന്താണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുമെന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്, സ്റ്റാറ്റസ് ഓഫ് ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. Recently, the Supreme Court ruled that watching or possessing sexually explicit material involving minorities illegal under the Protection of Children from Sexual Offences Act. നമുക്കറിയാം പൊതുവെ ഇന്ന് എന്ത് ചെയ്യണം? ഈ ചിൽഡ്രൻസിനോടുള്ള ക്രൈംസ് എന്ത് ചെയ്യാണ്? കൂടി വരികയാണ്. അതായത് പ്രധാനമായിട്ട് സെക്ഷുവലി ഉള്ള ക്രൈംസ് എന്താണ് കൂടി വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ന്യൂസ് എന്താണ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇവർക്കെതിരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിനെതിരെ ഏതൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റുക, ആക്ഷൻസ് എടുക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എവിടെ നിന്ന് നോക്കാനുള്ളത്? ഈ ഒരു ന്യൂസിൽ നിന്ന് എന്താണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻസുമായി ബന്ധപ്പെട്ട ക്രൈംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? ഈ ഒരു ന്യൂസിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അഫയറിലേക്ക് പോവാം. എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആണ്. ബൂമിംഗ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US ബേസ്ഡ് നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ ഇന്ത്യ നൗ അക്കൗണ്ട്സ് ദ മാക്സിമം നമ്പർ ഓഫ് ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇമേജിനറി എന്ന് പറയുന്നത് ഫോളോഡ് ബൈ തായ്ലാൻഡിന്റെ ബാക്കിലാണ്. ഏകദേശം എന്താണ് ഇന്ത്യൻ യൂസേഴ്സ് അപ്ലോഡഡ് 25,000 images or videos between April and August 2024 ആണ്. ഇതിന്റെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡൽഹി ടോപ്സ് ലിസ്റ്റ് ഓഫ് ദ മാക്സിമം അപ്ലോഡ്സ് ഓഫ് ചൈൽഡ് പോൺ ആണ്. ഫോളോഡ് ബൈ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്, ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ്. ഇൻക്രീസ്ഡ് സർക്കുലേഷൻ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB റിപ്പോർട്ട് 2023, 781 cases creating or strong child porn were recorded in 2018. In 2017, there were 331 cases and dissemination of inappropriate content featuring children according to 1171 cases in 2022 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത്, ജഡ്ജ്മെന്റ്സ് റിലേറ്റഡ് ടു SC/ST Prevention of Atrocities Act 1989. Recently, the Union government has released a report under the Scheduled Caste and Scheduled Tribe Prevention of Atrocities Act 1789 highlight the status of atrocities against scheduled caste in 2022. ഇതിൽ നമുക്ക് വേറെ നോക്കാനില്ല, ജഡ്ജ്മെന്റുകൾ മാത്രം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതങ്ങനെ പഠിക്കേണ്ട ആവശ്യം, നമുക്ക് ജഡ്ജിന്റെ പേരും അതിന്റെ വർഷം അറിഞ്ഞിരുന്നാൽ മതി. ഒന്നേതാണ്? ഖാനുഭായ് M. Pramir versus State of Gujarat case 2000, Rajmal versus Ratan Singh case 1988, Armugam Sarvai versus State of Tamil Nadu case 2011, Subhash Kashinath Maharajan versus State of Maharashtra case 2018,
ഷാജൻ സക്രിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 2024. ഇതൊക്കെയാണ് ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് കേസുകൾ. നെക്സ്റ്റ് ആണ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. എന്താണ് റീസെന്റ് ദ ഗീഞ്ച് ഫോർട്ട് ഇൻ തമിഴ്നാടു വില്ലുപുരം ഡിസ്ട്രിക്ട് ഹാസ് ബീൻ നോമിനേറ്റഡ് ഫോർ യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റ് ആസ് പാർട്ട് ഓഫ് ദ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് പ്രപ്പോസൽ വിച്ച് ഇൻക്ലൂഡഡ് 11 അതർ ഫോർട്ട്സ് ആണ്. ഇനി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നോക്കുകയാണെങ്കിൽ ലൊക്കേഷൻ reorganized by UNESCO's for its exceptional cultural or natural significance ആണ്. And UNESCO promote the identification, protection and preservation of cultural natural heritage site globally that hold outstanding value of humanity. As of September 2024, India has 43 World Heritage Site, Cultural Site, 35 Natural Sites, 7 Mixed Criteria Site 1 ഒക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. With the largest addition being Mount Bural System, Am Dynasty ആണ്. And process for nominating site UNESCO's World Heritage List നോക്കുകയാണെങ്കിൽ എന്താണ് A country create list of important cultural and natural heritage site ആണ്. ഓക്കെ, ആ ഒരു രാജ്യം എന്തുണ്ടാക്കിയിരിക്കണം എന്നാണ് പറയുന്നത് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ സൈറ്റ്സിന്റെ എന്ത് ചെയ്യണം ഒരു ലിസ്റ്റ് എന്ത് ചെയ്യണം ഉണ്ടാക്കിയിരിക്കണം എന്നാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതാണ് ഒന്നാമത്തെ എന്താണ് കണ്ടീഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നത്. രണ്ട്, ദ കൺട്രി സെലക്ട്സ് ഫ്രം ദി ടെനറ്റീവ് ലിസ്റ്റ് ആൻഡ് പ്രിപ്പയർ നോമിനേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, അതിന്റെ കൺട്രി കൊടുക്കുന്ന ഇതിന്റെയും അതുപോലെ തന്നെ എന്താണ് നോമിനേഷൻ ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിലാവും എന്ത് ചെയ്യുക ഇത് തീരുമാനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ എന്താണ് തീരുമാനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് എന്താണ് പറയുന്നത് The International Council of Mountain Science Site ICOMOS and IUCN evaluate the nominated property ആണ്. And the committee meets annually, decide which site to and the World Heritage List based on advisory recommendations and criteria fulfillment ഒക്കെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. എന്താണ് റീസെന്റ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഓർഡേർഡ് ക്ലാസിഫൈയിങ് നൈനൽ ടൗൺ ഇൻ ടു ദ പ്രൊഹിബിറ്റഡ് റെഗുലേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് സോൺ. വീണ്ടും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ന്യൂസിൽ വന്നിരിക്കണം. ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻപത്തെ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക അതൊന്ന് റെഫർ ചെയ്യുക. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് മീഥൈൻ. എന്താണ് മീഥൈൻ എമിഷൻസ് ആർ സർഗിങ് ത്രെറ്റനിങ് ഗ്ലോബൽ ക്ലൈമറ്റ് target set by the Paris Agreement. While carbon dioxide has been the main source of climate discussion, methane, a far more potent greenhouse GHG in gaining attention ആണ്. ഓക്കെ, ഇനി ഇതിൽ മീഥൈൻ നോക്കുകയാണെങ്കിൽ എന്താണ് അല്ലെങ്കിൽ മീഥൈൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇതിൽ ഹൈഡ്രോ കാർബൺ കൺസിസ്റ്റിംഗ് ഓഫ് 1 കാർബൺ ആറ്റം ആൻഡ് 4 ഹൈഡ്രജൻ ആറ്റമാണ് ഇതിൽ കാണാൻ പറ്റുക. നമുക്കിതിൽ കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്നത് എന്താണ് ഇറ്റ് ബേൺസ് വിത്ത് ദ ഫ്ലെയിം കംപ്ലീറ്റ് കമ്പൾസൺ എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് മെഷർ ഓഫ് ഹൗ മച്ച് എനർജി എമിഷൻസ് 1 of the tons of a gas will absorb over a given period relative to the emissions of 1 ton of carbon dioxide ആണ്. And methane has a GWP of 28 methane. It is 28 times more potent than the carbon dioxide എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആയിട്ട് എന്താണ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക ബ്ലാക്ക് എക്കോണമിക് എംപവർമെന്റ് BE പോളിസി ഓഫ് സൗത്ത് ആഫ്രിക്കയാണ് എന്ത് ചെയ്യുന്നത്
ന്യൂസായി വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. And despite the end of apartheid of 30 years ago in South Africa, its economy remains deeply divided by race. Systematic inequalities persist എന്നുള്ളതാണ്. ഓക്കെ. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് ദ ബ്ലാക്ക് എക്കോണമിക് എംപവർമെന്റ് പോളിസി ഇസ് ദ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഓക്കെ. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ. സൗത്ത് ആഫ്രിക്കയിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന എന്താണ്, ഒരു ഇനീഷ്യേറ്റീവ് ആണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് കാണാൻ പറ്റുക, നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇറ്റ് എയിംസ് ടു rectify historical imbalances by promoting equitable distribution of economic resources among the majority of South African citizens എന്നുള്ളതാണ്. And the broad-based Black Economic Empowerment Act was made into law 2023 എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ബോംബെ ഹൈക്കോർട്ട് സ്ട്രൈക്ക് ഡൗൺ IT റൂൾസ് 2023 ആണ് അല്ലെ. നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ ഒരു വട്ടം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണ് ഉദാഹരണമായിട്ട് പറയുന്നത്, എന്താ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് G ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IT റൂൾസ് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ടത് ഹൈക്കോർട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നോക്കേണ്ട എന്താണ്, ഈ ഒരു IT റൂൾ എന്നുള്ളതല്ല, അത് നോക്കേണ്ട IT റൂൾ എന്നാണ് നിലവിൽ വന്ന്. കൂടാതെ ഈ 3 പ്രധാനപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ടെലിസ്കോപ്പ് പ്ലേസ്ഡ് ഓൺ മൗണ്ടെയിൻസ് എന്താണ് ന്യൂസ്, ആൻഡ് എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ് ഈസ് അണ്ടർ ദ കൺസ്ട്രക്ഷൻ അറ്റ് ഓഫ് സെറോ അർമോറസ് മൗണ്ടെയിൻ ഇൻ അറ്റ്മാക്ക ഡെസേർട്ട് ഇൻ ചിലിയാണ്. ഇനി എവിടെയാണ് ടെലിസ്കോപ്പേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ദ എർത്ത് അറ്റ്മോസ്ഫിയർ കോസസ് turbulence affecting the clarified straight and reducing telescope resolution, and higher alternatives like mountain offer less atmospheric disturbances ആണ്. And space telescope like Hubble Space Telescope avoid these disturbances entirely, offering 10 times better resolution than ground-based telescope ആണ്. In recent years, scientists create artificial stars with the analysis atmospheric fluctuations and advanced method Chromography examines air segments to climate arbitration for clearer images ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ടൈപ്പ് ഓർ ഏരിയ, അതായത് ഇന്ത്യയുടെ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെഡ്രസലിനെ കുറിച്ചാണ് പറയുന്നത്. ഇതും ഓൾറെഡി നമ്മൾ നോക്കിയ ഒരു കാര്യമാണ്. വീണ്ടും ന്യൂസിൽ വന്നുകൊണ്ട് ഞാൻ തന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ ആണ് NGOs വർക്കിംഗ് ഫോർ ചിൽഡ്രൻ വെൽഫെയർ. എന്താണ്, റീസെന്റ് the Supreme Court directed implementation of Centre's 2021 guidelines on social safety and security in school following the sexual assault of 2 school girls at Balpur, Maharashtra. ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ബച്ചാൻ ബച്ചോ ആന്തോളൻ, BBA, CRY, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു, പത്താം നാനി ഖാലി ഒക്കെയാണ്. നെക്സ്റ്റ് വൺ ന്യൂസ് ആണ് എന്താ, ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ്. എന്താണ്, recently the National Statistical Office NSO released the annual periodic labor forces survey report 2023-24 showing the unemployment rate stagnated 3.2% and raises concern about inability generate through the formal jobs എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന് സ്മൈൽ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ്, 2 PM ദക്ഷ് പ്രധാനമന്ത്രി ദക്ഷ് ഔർ കൗശൽ Samban Khilani, and Mahatma Gandhi National Rural Employment Guarantee Act, Pradhan Mantri Kaushal Vikas Yojana, Startup India Scheme, Rozgar Mela. Next one ആണ് ഇത് Greenland. Recently, scientists detected unusual seismic waves around the world caused due to landslides in Greenland that lasted 9 days ആണ്. അതിൽ തന്നെ ലാർജസ്റ്റ് ഉണ്ട് ഏതൊക്കെയാണ്, Greenland is reorganized the world's largest island and functions as the autonomous Denmark territory.
ജിയോഗ്രഫിക്കലി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് നോർത്തേൺ കോണ്ടിനെന്റ് ആണ്. ക്ലൈമറ്റ് എന്താണ്? ഗ്രീൻലാൻഡ് എക്സ്പീരിയൻസസ് perpetual daylight for 2 months each year due to its high altitude and strategic importance എന്താണ്? The United States established a radar base couple at the start of the Cold War എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരാഴ്ചത്തെ കറണ്ട് അഫെയറിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.